കുട്ടേടത്തി കുളക്കടവിൽ നിന്നും ഓരോ ദിവസം പോരുന്നതും ഓരോ കേസ് ഉണ്ടാക്കിയിട്ടാണ്. ആന്തൂരെ മീനാക്ഷി അമ്മയുടെ വെള്ളിക്കിണ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു, ചുമ്മുക്കുട്ടിയുടെ പുറം അടിച്ചു പൊളിച്ചു, ജലപിശാചുകാരിയായ മൂകാമി അമ്മയുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു. അങ്ങനെ പലതും. അമ്മയും വലിയമ്മയും 100 വട്ടം വിലക്കിയാലും തുലാത്തിൽ വെള്ളം കോരും. ഉച്ചയ്ക്ക് കുട്ടിയടത്തിക്കൊരു സർക്കീട്ടുണ്ട്. ഇല്ലത്ത് വളപ്പിലും വടക്കേതിലും കാളിയുടെ പുരയിലും ആമിനമ്മയുടെ മുറ്റത്തും ചുറ്റി നടന്നേ തിരിച്ചെത്തൂ. കുട്ടിയടത്തി ഒന്നിഞ്ഞോക്കണം പോന്ന പെണ്ണായത് കൊണ്ട് അങ്ങനെ നടക്കാൻ പാടില്ല. അമ്മ പറഞ്ഞു, വലിയമ്മ പറഞ്ഞു. വലിയമ്മ പുളിവാറൽ ഒടിയുന്നത് വരെ അടിച്ചു നോക്കി. പക്ഷെ കുട്ടിയടത്തി അത് നിർത്തിയില്ല. ഊണ് കഴിഞ്ഞാൽ വലിയമ്മ നടുപ്പുരയിൽ കിടന്നുറങ്ങും. അമ്മ വടക്കിനിയിലും. ജാനിയടത്തിയുടെ മുറി മുകളിലാണ്. ഊണ് കഴിഞ്ഞാൽ വെറ്റില മുറുക്കി ചുണ്ട് ചുവപ്പിച്ച് മുകളിലെ മുറിയിൽ ചാരുപടിയിൽ കയറിയിരുന്ന് അവർ സരോജിനിയുടെ കടും കൈ പാടാൻ തുടങ്ങും. പതുക്കെയാണ്. ജാനിയടത്തിക്ക് വായിക്കാനറിയാം, എഴുത്തും പഠിച്ചിട്ടുണ്ട്. കുട്ടിയടത്തിയുമായി വഴക്കുണ്ടാകുമ്പോഴെല്ലാം അവർ പറയും, കുട്ടിയടത്തി, ഞാനേ 2 അക്ഷരം പഠിച്ചതാ. ഇടയ്ക്ക് ജാനുവടത്തിയുടെ മുറിയിൽ ഞാൻ കയറി ചെല്ലും. പാട്ടുപുസ്തകം വായിക്കാത്ത നേരത്തെല്ലാം അവർ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് നെറ്റിയിൽ തലമുടി ചുരുട്ടി പതിപ്പിച്ച് വെച്ച് കുറുനിരയുണ്ടാക്കാൻ ശ്രമിക്കുകയാവും.